നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കരയിൽ വെച്ച് ബസ്സിൽ മോഷണം. കുണ്ടറ സ്വദേശിനിയുടെ 5000-ലധികം രൂപയാണ് ബസ്സിൽ വെച്ച് മോഷണം പോയത്. തമിഴ്നാട്ടുകാരിയായ യുവതിയാണ് മോഷണം നടത്തിയത്. ചീരങ്കാവിൽ നിന്ന് KSRTC ബസ്സിൽ കയറി കുറച്ച് വന്നപ്പോൾ ബസ് അങ്ങ് ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ വേറൊരു ബസ്സിൽ കയറി, അപ്പോൾ സീറ്റ് കിട്ടിയായിരുന്നു. ആ ബസ്സിൽ കയറി ചന്തമുക്കിലായിരുന്നു എനിക്ക് ഇറങ്ങേണ്ടത്. ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ എടുത്ത് വന്നപ്പോൾ ഞാൻ എണീറ്റ് ഫ്രണ്ടിലോട്ട് വന്ന് ഇറങ്ങാനായിട്ട് വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നോക്കിയപ്പോൾ ബാഗിൻ്റെ സിബ് തുറന്ന് കിടക്കുന്നു. അങ്ങനെ അന്നേരം ഞാൻ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെന്നെ ബാക്കിലാണ് നിന്നിട്ട് അത് ഇറങ്ങി ഓടി. ഞാൻ ഇതിൻ്റെ കൂടെ ഓടി. എന്നിട്ട് ഇതൊരു ഓട്ടോയിൽ ചെന്ന് കയറി. അപ്പോൾ ഞാൻ ഓട്ടോക്കാരനോട് പറഞ്ഞു വിടരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ബാഗൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു പൈസ അവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങി അങ്ങ് ഓടി. പിന്നെ അവിടെ ഒത്തിരിയേരം നിന്നപ്പോൾ അവളെ പിന്നെ കിട്ടി, പിടിച്ചു. കുണ്ടറയിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് വരികയായിരുന്ന പരാതിക്കാരി കൊട്ടാരക്കര ചന്തമുക്കിലെത്തിയപ്പോൾ ബസ്സിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് ബാഗിൽ നിന്നും പണം നഷ്ടപ്പെട്ട വിവരം മനസ്സിലാക്കിയത്. ഇവരുടെ തൊട്ടുപിറകിലായി നിന്ന മോഷ്ടാവ് പരാതിക്കാരി തിരിഞ്ഞു നോക്കുന്നത് കണ്ട് ബസ്സിൽ നിന്നും ഇറങ്ങിയോടി. തുടർന്ന് കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റൽ പരിസരത്തുള്ള ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെടാനും ശ്രമിച്ചു. പരാതിക്കാരി ഇത് തടഞ്ഞതോടെ മോഷ്ടാവ് ഹോസ്പിറ്റലിനുള്ളിലേക്ക് ഓടിക്കയറുകയായിരുന്നു. തുടർന്ന് ഏറെ നേരത്തിന് ശേഷം പോലീസ് എത്തിയാണ് ഇവരെ ഹോസ്പിറ്റലിൽ നിന്നും പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെയുള്ള നിരവധി നാടോടി സ്ത്രീകൾ നഗരത്തിൽ മോഷണശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ഇവരും അക്കൂട്ടത്തിൽ പെട്ടതാണെന്നാണ് പോലീസ് പറയുന്നത്. പിടിയിലായ തമിഴ്നാട്ടുകാരിക്ക് ID കാർഡോ ആധാറോ ഫോൺ നമ്പറോ ഒന്നുമില്ലെന്നും വീട്ടിലുള്ള ആർക്കും തന്നെ ആധാർ കാർഡ് ഇല്ലെന്നുമാണ് അവർ പറയുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതിയെ FIR രജിസ്റ്റർ ചെയ്ത് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചു.